ഗർഭിണികളായ അമ്മമാർ ഒ പിയിൽ വരുമ്പോൾ പപ്പായ, പൈനാപ്പിൾ, അതേപോലെ ഈത്തപ്പഴമൊക്കെ കഴിക്കാൻ പറ്റുമോ? ഞാൻ എഴുതുന്ന മരുന്നുകൾ അതുപോലെ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമോ എന്ന് ചോദിക്കലുണ്ട്. പക്ഷേ ഈ അമ്മമാരൊക്കെ തന്നെ അവരെ ജീവനതുല്യം സ്നേഹിക്കുന്ന അവരെ മക്കളെ പോലെ കൺസിഡർ ചെയ്യുന്ന സ്മാർട്ട് ഫോൺ, അത് കാരണമുള്ള റേഡിയേഷൻ കാരണം അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. സ്മാർട്ട് ഫോൺസ് എല്ലാം ഉപയോഗത്തിൽ വന്നിട്ട് ഒരു 10 വർഷം ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കൂടുതലായി ഡിപ്പെൻഡൻ്റ് ആയത് റീസെൻ്റ് ആയിട്ടാണ്. കാരണം നമ്മളുടെ എല്ലാ ആക്ടിവിറ്റി, അതായത് നമ്മൾ കലണ്ടർ, കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ചസ്, അതേപോലെ സോഷ്യൽ മീഡിയ എല്ലാതും നമ്മൾ സ്മാർട്ട് ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോൺ എമിറ്റ് ചെയ്യുന്നത് ഒരു നോൺ അയണൈസിങ് റേഡിയേഷൻസ് ആണ്. മൊബൈൽ ഫോൺ ഉപയോഗം കാരണം ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യം വരുമോ, ജനിതക വൈകല്യം വരുമോ എന്നുള്ള പ്രൂവൺ ആയിട്ടുള്ള സ്റ്റഡീസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ സാധിക്കുന്നതല്ല. ഗർഭസ്ഥ ശിശുവിന് എക്സ്റേ, CT പോലുള്ള അയണൈസിങ് റേഡിയേഷൻ കാരണം DNA ഡാമേജ് സംഭവിക്കുന്നത് പഠനത്തിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ നോൺ അയണൈസിങ് റേഡിയേഷനായ മൊബൈൽ ഫോൺ കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗർഭിണിയുടെ കൂടെയുള്ളവരും ഗർഭിണികളും മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്.